സഭാപ്രസംഗി 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിനു ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ഡം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. അത് മായയിൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ പേർ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ 2000 ആണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്കു വേണ്ടിയാകുന്നു. എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. മൂഢനേക്കാൾ ജ്ഞാനിക്ക് എന്തു വിശേഷതയുള്ളൂ? പരിജ്ഞാനമുള്ള സാധുവിന് ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്തു വിശേഷതയുള്ളൂ? അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. ഒരുത്തൻ എന്തുതന്നെയായിരുന്നാലും അവന് പണ്ടുതന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യനെന്താകും എന്ന് വിധിച്ചുമിരിക്കുന്നു. തന്നിലും ബലമേറിയവനോട് വാദിപ്പാൻ അവന് കഴിവില്ല. മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പെരുക്കിയാലും മനുഷ്യനെന്ത് ലാഭം? മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന വ്യർത്ഥമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവൻ എന്താകുന്നു നല്ലത് എന്ന് ആർക്കറിയാം? അവന്റെ ശേഷം സൂര്യന് കീഴെ എന്ത് സംഭവിക്കും എന്ന് മനുഷ്യനോട് ആർ അറിയിക്കും?